2022 IPL മുമ്പായി താരലേലം നടക്കുന്ന സമയം COVID-19 പിടിമുറുക്കിയ കാലമായതിനാൽ യഷ് ദയാൽ ക്വാറന്റൈനിലാണ്. 1 മണിക്കൂറോളം ടിവിയിൽ താരലേലം കണ്ടു. പിന്നെ ഫോൺ സൈലന്റ് മോഡിലാക്കി കിടന്നുറങ്ങി. 1 മണിക്കൂറിന് ശേഷം ഉറക്കമുണർന്നു. അപ്പോൾ ഫോണിൽ ഒരുപാട് മിസ്ഡ് കോളുകൾ. യഷിന്റെ പിതാവ് ചന്ദ്രപാൽ ദയാൽ 20-ലധികം തവണ വിളിച്ചിരുന്നു. ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്കായിരുന്ന മകന് എന്ത് സംഭവിച്ചെന്നറിയാതെ ആ പിതാവ് ആശങ്കയിലായി. ഫോൺ എടുത്തപ്പോൾ ചന്ദ്രപാൽ മകനോട് പറഞ്ഞു, IPL ഗുജറാത്ത് ടൈറ്റൻസ് യഷിനെ സ്വന്തമാക്കി. എന്നാൽ ഇത് വിശ്വസിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. ഉത്തർപ്രദേശ് രഞ്ജി ടീമിലെ സഹതാരങ്ങൾ എവിടെ? അവർ തന്നെ അഭിനന്ദിക്കാൻ വരാത്തതെന്തെന്ന് യഷ് ചോദിച്ചു. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ അവർക്ക് വരാൻ കഴിയില്ലെന്നായിരുന്നു ചന്ദ്രപാലിന്റെ മറുപടി. തിരിച്ചടികൾ നിറഞ്ഞ കരിയറിൽ നിന്നും അയാൾ ഇന്നൊരു ഹീറോയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് നടത്തിയ വീരോചിത തിരിച്ചുവരവ്. ഈ ദിനങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ യഷ് ദയാലിന്റെ പേര് മുഴങ്ങുകയാണ്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ള താരമാണ് യഷ് ദയാലിന്റെ പിതാവ്. പക്ഷേ ചെറുപ്പത്തിൽ യഷിന് പിതാവിന്റെ പിന്തുണയില്ലായിരുന്നു. എങ്കിലും ക്രിക്കറ്റിനോടുള്ള ആവേശം ഒഴിവാക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. അന്ന് അധികം ആളുകളില്ലാത്ത ഇടം കയ്യൻ ഫാസ്റ്റ് ബൗളിംഗ് യഷ് തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തിലൂടെ ഗുജറാത്ത് ടൈറ്റൻസിലെത്തി. പക്ഷേ റിങ്കു സിംഗ് ഹീറോയായ മത്സരത്തിൽ യഷ് തകർന്നു വീണു. അയാൾ ഭക്ഷണം പോലും കഴിക്കാതെയായി. ഹാർദിക് പാണ്ഡ്യയും വിജയ് ശങ്കറും റാഷിദ് ഖാനുമെല്ലാം യഷിനെ ആശ്വസിപ്പിച്ചു. എതിരാളികളായ കൊൽക്കത്ത താരങ്ങളും അയാൾക്ക് പിന്തുണയുമായി എത്തി. കാരണം യഷിന്റെ കഴിവിൽ അവർക്കെല്ലാം വിശ്വാസമുണ്ടായിരുന്നു. 2 വർഷത്തിനു ശേഷം അയാൾ അത് സ്വയം തെളിയിച്ചു. IPL 2 ടീമുകളുടെ ഭാവി നിർണ്ണയിക്കുന്ന മത്സരം. നേർക്കുനേർ വെന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ചെന്നൈ സൂപ്പർ കിങ്സും. വിജയപരാജയങ്ങൾ പലതവണ മാറിമറിഞ്ഞു. മഴയുണ്ടാക്കിയ പിച്ചിലെ ഈർപ്പം ഡുപ്ലസിയും കോഹ്ലിയും മറികടന്നു. രജത് പാട്ടിദാറും കാമറൂൺ ഗ്രീനും മികച്ച സ്കോർ ഉയർത്തി. മറുപടി ബാറ്റിംഗിൽ ചെന്നൈ തിരിച്ചടി നേരിട്ടപ്പോൾ രച്ചിൻ രവീന്ദ്ര രക്ഷകനായി. പിന്നെ 6-129 എന്ന് തകർന്നപ്പോൾ ധോണിയും ജഡേജയും ഒന്നിച്ചു. ഒടുവിൽ ചെന്നൈയുടെ യോഗ്യതയ്ക്ക് വേണ്ടത് 6 പന്തിൽ 17 റൺസ്. ഡുപ്ലസി യഷ് ദയാലിനെ പന്ത് ഏൽപ്പിച്ചു. ആദ്യ പന്തിൽ ധോണിയുടെ 6, 2-ാം പന്തിൽ ധോണി പുറത്ത്. അവസാന 4 പന്തിൽ വന്നത് ഒറ്റ റൺസ് മാത്രം. അവിടെ യഷ് ദയാൽ ഹീറോയായി. അയാൾ ഒരു കഥ പറയുന്നു. ഒരു തവണയല്ല, പലതവണ വീണുപോയാലും തിരിച്ചുവരവിന് കഴിയും. അതിനുള്ള മനസ്സും അധ്വാനവും ഉണ്ടായാൽ മതി.